മുഖ്യമന്ത്രിക്കെതിരായ കേസ് അദ്ദേഹത്തിന് കീഴിലുള്ള ആഭ്യന്തരമന്ത്രി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേസ് അവസാനിക്കുന്നതിന് മുൻപ് പരാതിക്കാരന് ഒരു നോട്ടീസെങ്കിലും കൊടുത്തോ? മന്ത്രിസഭ തീരുമാനമുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിച്ചത്? മണപ്പാട്ട് ഫൗണ്ടേഷന് ഫണ്ട് സ്വരൂപിക്കലാണോ MLAയുടെ ഔദ്യോഗിക ചുമതല? എന്തുകൊണ്ട് സർക്കാർ തദ്ദേശഭരണ സംവിധാനങ്ങൾക്ക് അസ്പൃശ്യത കൽപ്പിച്ചു? സുതാര്യമല്ലാതെ ഫണ്ട് കൈകാര്യം ചെയ്ത് ഗൗരവമല്ലേ? നിയമപരമായും ധാർമ്മികമായും ഇത് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? കേസ് പിൻവലിക്കുന്നതിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ താൽപ്പര്യം വ്യക്തമാണല്ലോ. ആഭ്യന്തരമന്ത്രിയാണ് കേസ് പിൻവലിക്കുന്നതുമായി മാധ്യമങ്ങളെ കണ്ടത്. ഒരു കാര്യമേ പറയാനുള്ളൂ, അടിയന്തരമായി ഈ തീരുമാനം പുനഃപരിശോധിക്കണം. നീതിന്യായ സംവിധാനങ്ങളുടെ പരിഗണനക്കാണ് ഇത്തരം കാര്യങ്ങൾ വിടേണ്ടത്. അവരാണ് കുറ്റാരോപിതരെ കുറ്റവിമുക്തമാക്കേണ്ടത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒന്നല്ല ഇത്. കേസ് അവസാനിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. അന്വേഷണം അവസാനിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ളൊരു പരാതിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രി ഒരു ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇതിലൊന്നുമില്ല എന്ന് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി ഉള്ള തീരുമാനമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയുള്ളൊരു പരാതി ആ രീതിയിൽ അവസാനിപ്പിക്കുന്നത് ഔചിത്യപൂർണമായിട്ടുള്ളൊരു കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിശോധനകൾ നടക്കുക തന്നെ വേണം. ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം അതിലുണ്ടോ അത് നോക്കണം. അന്ന് കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങളതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം എന്നാണ് പറഞ്ഞത്. അവിടെയല്ലേ നിൽക്കാൻ പറ്റും.